ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊള്ളന്നൂർ ശ്രീ കാർത്യായനി മഹാക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ അതിഗംഭീര പരിപാടി ഇവിടെ നടന്നത്. 10,000 പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം വിവിധ ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് ഗോപിച്ചേട്ടനുണ്ട്. അപ്പോൾ നവീകരണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മഹോത്സവമാണ്. അപ്പോൾ മഹോത്സവത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ക്ഷേത്രം പ്രസിഡന്റ് തന്നെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഗോപിച്ചേട്ടാ, നവീകരണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മഹോത്സവമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യപരിപാടികളൊക്കെ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. നവീകരണം ജൂലൈയിൽ നടന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഉത്സവം ഗംഭീരമായി നടത്തുന്നതിന് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. 8 ഗജവീരന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത്. ദേവസ്വം തിടമ്പേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ സമയം വൈകുന്നേരം 7 മണിയാണ്. കാണികളെ ആവേശഭരിതരാക്കുന്ന പള്ളിപ്പുറം വൈശാഖിൻ്റെ മേളമാണ് അകമ്പടിയായി. അതുപോലെ മറ്റ് താന്ത്രികമായ ചടങ്ങുകളെല്ലാം രാവിലെ കഴിയും. തന്ത്രി പൂജയുണ്ട് അന്ന്, ദേവിക്ക് കലശാഭിഷേകം. അതുപോലെ ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് നാട്. എല്ലാവരെയും പൂരപ്രേമികളായ എല്ലാവരെയും കൊള്ളന്നൂർ ക്ഷേത്രത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. തിടമ്പേറ്റുന്നത് വൈകിട്ട് 7 മണിക്കാണ് ദേവസ്വം തിടമ്പേറ്റുന്നത് അല്ലേ? വൈകുന്നേരം 7 മണിക്കാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. തിടമ്പെഴുന്നള്ളിപ്പ് 4 മണിക്കാണ്. 4 മണിക്കാണ്. വരവുപൂരങ്ങളൊക്കെ വരവുപൂരങ്ങളെല്ലാം 5 മണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. 7 മണി. അപ്പം നമ്മുടെ ഒരു തലമുറയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പള്ളിപ്പുറം വൈശാഖിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ മേള വിസ്മയം തീർക്കുന്നത്. അപ്പോൾ എല്ലാ പൂരപ്രേമികളെയും നല്ലവരായ എല്ലാ നാട്ടുകാരെയും പിന്നെ ക്ഷേത്രം പുറമേക്ക് അതിപ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പം ഓക്കെ, ബൈ. അപ്പോൾ ശരി.